ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ കുറേ നാളായത്തെ പ്ലാനാണ് ഒരു സൺഡേ വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. ഇതുവരെ നടന്നില്ല. സോ ഇന്ന് സമയം കിട്ടി ഞങ്ങളത് ഷൂട്ട് ചെയ്തു. സോ അത് രാവിലെ 10 മണിയായപ്പോൾ ഞാനും ഇവാനും കൂടെ എണീറ്റ് ബെഡൊക്കെ സെറ്റാക്കിയതിന് ശേഷം നേരെ ഗാർഡനിലോട്ട് ചാടി. ബാൽക്കണിയിൽ കുറച്ച് ചെടികളുണ്ട്, അവിടെ ഞങ്ങൾക്കൊരു ഫിഷും ഉണ്ട്. ആ ഫിഷിനെ വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് കുപ്പിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ സെറ്റാക്കി അകത്ത് കയറി. ഇവിടെ യുഎയിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല ചൂടാണ്. 7 മണിക്കേ ചൂടാണ്. അപ്പോൾ 10 മണിയാകുമ്പോൾ പറയാൻ വേണ്ടല്ലോ. അപ്പോൾ നല്ല ചൂടായിരുന്നു. സോ ഞങ്ങളകത്ത് കയറി ഒന്ന് സെറ്റായതിന് ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വേണമെങ്കിലും പറയാം. അങ്ങനെ ഞാനും ഇവാനും കൂടെ അവിടെ ഇരുന്നിട്ട് ഇവാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ബഹളമായിരുന്നു. അത് തട്ടിയിടുക, ഇത് തട്ടിയിടുക, അങ്ങനെ കുറേ കാര്യങ്ങളും ഇവാനുവിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ സമയം പോയത് അറിഞ്ഞില്ല സത്യത്തിൽ. എന്നിട്ട് നേരെ ഞങ്ങൾ ഒരു 12-12:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. സോ ഞാനും ഇവാനും കൂടെ അത് എമ്മയായിട്ട് കഴിച്ചു. എന്നിട്ട് ഞങ്ങളവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം TV ഒക്കെ കണ്ട് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കുമ്പോൾ തന്നെ ഞാൻ ലഞ്ചിന് എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ലഞ്ചിലോട്ട് പോകാനൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് ഇന്നത്തെയും പോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡായ ഫിഷ് ഫ്രൈ, ചോറ്, ചമ്മന്തി, തോരൻ, അച്ചാർ. എനിക്ക് തോന്നുന്നു സ്കൂൾ ഫ്രണ്ട്സ് അന്ന് തൊട്ടേ ചോദിക്കും ഇതെന്താ ഡെയിലി ഇതാണല്ലോ എന്ന്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ ഇത് കാണുവാണെങ്കിൽ സ്റ്റിൽ ഞാൻ ഇത് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതായത് എനിക്ക് ഇപ്പോഴും മടുപ്പില്ലാണ്ട് എന്ത് വേണം എന്നൊരു ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് ചോറും ചമ്മന്തിയും, വേണമെങ്കിൽ ഓംലെറ്റ് കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ സെറ്റ്, ഫിഷ് ഫ്രൈയും അഡ്ജസ്റ്റ് ചെയ്യാം. സോ ചമ്മന്തിയൊക്കെ റെഡിയാകുന്ന സമയത്ത് തന്നെ തോരനും റെഡിയായി. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്കത് കൂട്ടി ഒരു 3-3:30 ആയപ്പോൾ ഞങ്ങൾക്കുള്ള ലഞ്ച് റെഡിയായി. ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നു. എന്നിട്ട് ഞങ്ങൾ എണീറ്റിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ പോയിരുന്നു. അപ്പോൾ ഇവാന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ ആ സമയത്ത് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നേരം എവിടെയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ദെൻ ഈവനിങ് ഒരു ക്ലൈമറ്റൊക്കെ ഓക്കെ ആയി തുടങ്ങിയപ്പോൾ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പറ്റും. ഇവിടെ ചൂടായത് കാരണം ചെടി നല്ലപോലെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നം. സോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുറേ ലീവ്സൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. മീൻസ് ചൂട് കാരണം അതെല്ലാം കരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പം ആ തറയിലൊക്കെ വീണതൊക്കെ പറിച്ച് കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീനാക്കിയതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് കയറി. 2-3 മെയിൽസൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ഞാനും ഇവാനും കൂടെ അവിടെ കുറച്ച് ബിസിയായി. ഇവാനും എന്നെ ഹെൽപ്പ് ചെയ്യാനെന്നുള്ള രീതിയിൽ എക്സ്ട്രാ 2 കുത്തൽ കീബോർഡിന് കുത്തുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കായിട്ട്. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തി അതിൻ്റെ കൂടെ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിലാണെങ്കിൽ സജഷൻ ഇത് വേണ്ട, അത് മതി, ഇത് മതി എന്നൊക്കെ പറഞ്ഞ് അത് അബ്ബാ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കേൾക്കുകയും ചെയ്തു. കുറച്ചൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുളിക്കാനായിട്ടാണ് പോയത്. ഒരു കുളിയൊക്കെ പാസ്സായി കയറി വന്നിട്ട് ഞാൻ നേരെ മരുവിനും പോയി. ഇവാനുവിൻ്റെ പ്ലേ ഏരിയയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഡിന്നറും കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. ഫിഷിന് അഗൈൻ ഫുഡൊക്കെ കൊടുത്തു. ഞാനൊരു ABC ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. സോ അത് വീക്കിലി വൺസ് കുടിച്ച് ബ്രഷിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഗുഡ് നൈറ്റും പറഞ്ഞ് നേരെ ബെഡിലോട്ട്. സോ ഗായ്സ്, ദിസ് ഈസ് അവർ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.